വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ബീഫ് അച്ചാറാണ്. അതിന് വേണ്ട സാധനമാണ് ബീഫ് നമ്മൾ വേവിച്ച് വെച്ചേക്കുകയാണ്. ഇതിനകത്ത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പച്ചമുളക്, വിനാഗിരി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്കതിലേക്ക് വേവിച്ചിട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കെല്ലാം നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ചെറിയ രീതിയിൽ മൂത്ത് വരട്ടത്. നമ്മുടെ ബീഫ് മൂത്ത് വരട്ടെ. നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് കോരിയെടുക്കാം. ബീഫ് വറുത്തെടുത്ത പാത്രത്തിലാണ് നമ്മൾ ആ സെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഉണ്ടമുളക് സൈസിലുള്ള പച്ചമുളകാണ്. ഏത് പച്ചമുളകാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ചെറുതീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് പച്ച മണം തോന്നണം വരെ. ഇപ്പോൾ ഒരു നല്ലൊരു മണം, ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിൻ്റെ ഈ പൊടികളുടെ എല്ലാം കൂടെ നല്ലൊരു മണം. നമ്മുടെ പൊടികൾ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ താരത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ താരമാണ് ബീഫ് വറുത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് അച്ചാറാണ്. ഇപ്പോൾ ആരെങ്കിലും കയറുക, ഇപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോകും. നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണോ വെക്കുന്നതെന്നും കൂടെ പറഞ്ഞ കമൻറ്റൊക്കെ ഇടണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ ഷെയർ ചെയ്യാൻ, ലൈക്ക്. താങ്ക് യു. ബീഫ് അച്ചാർ റെഡി ആയിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി വിനാഗിരിയോട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ട്, തട്ടിക്കൂട്ട് ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ ഷെയർ ചെയ്യാൻ, ലൈക്ക്. താങ്ക് യു.